ഇപ്പോൾ കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് അമൽ നീരദ് ഏത് ചിത്രമാണ് അടുത്തതായി ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ, സൂര്യ അങ്ങനെ പല ആൾക്കാരുടെയും പേര് നമ്മൾ കേട്ടു. ഈവൻ ദുൽഖറിൻ്റെ വരെ ഒരു സ്ക്രിപ്റ്റുള്ള പടവുമായി ബന്ധപ്പെട്ട ന്യൂസുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഈ വർഷാവസാനം മോഹൻലാലുമായുള്ള ചിത്രം ചെയ്യാനാണ് സാധ്യത കൂടുതലെന്നാണ്. കാര്യം ആ ഒരു സിനിമയാണ് ഇപ്പോൾ അദ്ദേഹം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ക്ലോസ് സോഴ്സസിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. 2009 പുറത്തിറങ്ങിയ സാഗർ ഇലിയസ് ജാക്കിയാണ് അമലും മോഹൻലാലും ആദ്യമായിട്ട് ഒന്നിച്ച ചിത്രം. പിന്നെ ഇപ്പോൾ 16 വർഷമായി ഇതുവരെ പിന്നീടൊരു സിനിമ ഉണ്ടായിട്ടില്ല. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയൊരു സിനിമ ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തതല്ല കുറച്ച് നാൾ മുമ്പ് വരെ. കാരണം എപ്പോഴും അമലുമായിട്ട് റൂമർ ചെയ്യാൻ നിൽക്കുന്ന ആക്ടർ എന്ന് വെച്ചാൽ മമ്മൂട്ടിയാണ്. അത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റും മമ്മൂട്ടിയാണ്. ബിഗ് ബി, ഭീഷ്മപർവം പോലെയുള്ള സിനിമകളൊക്കെ അവർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2 സ്ക്രിപ്റ്റ് എന്തോ ഫൈനലൈസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ആ 2 പ്രൊജക്റ്റ് ഉടൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നില്ല എന്നതും മറ്റൊരു വസ്തുത. പിന്നെ എന്തെങ്കിലും കാരണവശാലും മമ്മൂട്ടിക്ക് ഒരു ഡേറ്റ് അമലിന് കൊടുക്കാൻ പറ്റി, അതായത് ഒരു കോൾ ഷീറ്റ് കുറച്ച് 2, 3, 4 മാസത്തെ കൊടുക്കാൻ പറ്റിയാൽ മേ ബി എന്തെങ്കിലും ചേഞ്ച് വരാതിരിക്കാം. പക്ഷേ അല്ലാത്ത പക്ഷം അടുത്തായി അദ്ദേഹം ചെയ്യുന്നത് മോഹൻലാലിൻ്റെ സിനിമ തന്നെയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു സൂര്യ പ്രൊജക്റ്റിൻ്റെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതും സത്യമാണെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ഇപ്പോഴത്തെ ഒരു പ്ലാൻ അനുസരിച്ച് മോഹൻലാൽ സിനിമ കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ ചെയ്യുന്നത് സൂര്യയുടെ സിനിമയായിരിക്കാം. അതായത് ഇനിയൊരു മമ്മൂട്ടി ചിത്രം വരികയാണെങ്കിൽ അത് ഈ മോഹൻലാലിൻ്റെയും സൂര്യയുടെയും സിനിമ കഴിഞ്ഞ് മാത്രമാണ് സാധ്യത എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ ഈ കേട്ട ന്യൂസെല്ലാം കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ സോഴ്സസ് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഇയർ എൻഡ് ഈ ഒരു മോഹൻലാൽ അമൽനീരദ് സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഓൺ എ വേസ്റ്റ് കേസ് 2026 ബിഗിനിങ്ങിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് കറൻറ്റ് പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കുമൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്ലാൻ വെച്ചിട്ട് അദ്ദേഹം ഈ വർഷാവസാനം മോഹൻലാൽ സിനിമ ചെയ്യും. അതിനുശേഷം 26 എപ്പോഴെങ്കിലും സൂര്യയുടെ സിനിമ, അതിനുശേഷമേ മറ്റുള്ള സിനിമകൾക്കൊക്കെ സാധ്യത കാണുന്നുള്ളൂ.